ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് പൊന്നൂസിൻ്റെ അമ്മൂസിൻ്റെ വീട്ടിലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ തന്നെ ബ്രഷൊക്കെ ചെയ്തിട്ട് ഞാൻ ഫ്രണ്ടിലെ ഡോറ് തുറന്നിട്ട് സിറ്റ് ഔട്ടിൽ ചെന്നിരിക്കലാണ് എൻ്റെ മെയിൻ ഹോബി. അപ്പോൾ ഞാൻ ചെടികളൊക്കെ ഒന്നിങ്ങനെ ഭംഗി ആസ്വദിച്ച് നടക്കുന്ന എൻ്റെ സ്ഥിരം ജോലി ഇവിടെയും ചെയ്യുന്നുണ്ട്. രാവിലെ തന്നെ ഡോറ് തുറന്നപ്പോൾ കിളികളുടെ സൗണ്ട് നല്ലപോലെ കേൾക്കാമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ഉറക്കത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്രഷൊക്കെ ചെയ്തിട്ട് ഞാനിങ്ങനെ നേരെ ഇങ്ങോട്ട് സിറ്റ് ഔട്ടിലേക്ക് പോന്നിരിക്കുകയാണ്. അപ്പോൾ ചെടികളൊക്കെ ഇനി നോക്കിയിട്ട് ഇങ്ങനെ നടക്കും. മോള് നല്ല ഉറക്കമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും ഇങ്ങനെ നടക്കുന്നത്. മോള് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അമ്മ എന്ന് പറഞ്ഞിട്ട് വരും. അമ്മൂസുള്ള കാരണം പിന്നെ കുറവാണ് എൻ്റെ അടുത്തേക്ക് വരല്. അമ്മൂസ് മതിയല്ലോ. ഇങ്ങനത്തെ റോസുകളൊക്കെ ഇപ്പോൾ വീടുകളിൽ കുറവാണെന്ന് തോന്നണു അല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് കൂടുതൽ റോസുകളാവുക. റോസ് കളറിലുള്ള റോസുകൾ, വെള്ള കളറ്, ക്രീം കളറ്, അങ്ങനെ അല്ലേ, ലൈറ്റ് റോസൊക്കെ. ഇപ്പം അങ്ങനത്തെ ചെടികളൊന്നും കാണുന്നേ ഇല്ല. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ ദാ ചായ എന്ന് പറഞ്ഞിട്ട് ചായയായിട്ട് വന്നു. താങ്ക് യു. ഇന്നെന്താ രാവിലത്തേക്ക്? ദോശ, ചട്നി. അങ്ങനെ ദോശയായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും കുറച്ചായിട്ട് ഇപ്പോൾ എണീറ്റല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ ചായ കുടിച്ചിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ എൻ്റെ മോൾ എണീറ്റ് വരുന്നുണ്ട്, അമ്മയെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇതാ അമ്മ ഇതാ മോൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നാൽ പിന്നെ അവളുടെ കാര്യങ്ങൾ കൂടുതലും അമ്മ തന്നെയാണ് നോക്കുക. അപ്പോൾ ഇതേ അമ്മ അതാ മോൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ ഇവിടെ വന്നാൽ ഫ്രീ ആണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മൂച്ചയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അമ്മയുടെ പിന്നാലെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവളിത് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിന് ഞാൻ പോയി ദോശ കഴിക്കട്ടെ. ഇവിടുത്തെ ബാക്കിൽ ഇത്ര സ്പേസേ ഉള്ളൂ. ബാക്കിൽ പാടാണ്. അപ്പോൾ അത് ആ ഒരു വ്യൂ ആണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഞാൻ പോയി ദോശ കഴിക്കട്ടെ. ദോശയും ചട്ടണിയാണ്. ദോശ കഴിക്കട്ടെ. നല്ല അമ്മ ഉണ്ടാക്കിയ, അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ദോശയും ചട്ടണി, അതിൻ്റെ സ്വാദൊന്നും വേറെ തന്നെയാണ്. അത് നമ്മൾ എത്ര ഉണ്ടാക്കിയാലും കിട്ടില്ല. അത് കഴിഞ്ഞ് പൊന്നൂസും ഞാനും കുറച്ച് നേരം ഒന്ന് ടി വി കണ്ടു എന്ന് പറഞ്ഞാൽ അവളുടെ കൊച്ചു ടി വി തന്നെ. അതിരുന്ന് കണ്ടു. കുറച്ച് എന്തോ ഇവിടെ കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിരുന്ന് വെറുതെ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഞാൻ എൻ്റെ ഫോണും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ടൈമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് പിന്നെയും ഇറങ്ങി ചാമ്പയ്ക്ക തിന്നാലോ എന്ന് വിചാരിച്ചു. ചാമ്പയ്ക്ക പൊട്ടിക്കുക തിന്നെ തന്നെ അവിടെ പണിയായിരുന്നേ. അപ്പോൾ പൊന്നൂസ് വന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് മാങ്ങ മറ്റേ തുണിയിൽ കെട്ടിയിട്ട് ഇങ്ങനെ കല്ലിമ്മ അടിച്ചിട്ട് തിന്നണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ മൂത്ത മാങ്ങ നോക്കി ഞാൻ പൊട്ടിച്ചു. അവൾക്ക് ഇതുപോലെ കല്ലിമ്മിട്ടിട്ട് തല്ലി തിന്നാൻ വേണ്ടിയിട്ട് മൂത്ത മാങ്ങ നോക്കിയിട്ട് ഞാൻ പൊട്ടിക്കില്ല എന്ന് പറഞ്ഞു കേട്ടോ. അതിൻ്റെ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവൾക്ക് നല്ലൊരു മാങ്ങ നോക്കി പൊട്ടിച്ചു കൊടുത്തു. എന്നിട്ടെന്താ, അവൾക്ക് തന്നെ ഉപ്പും മുളക് ഇടണം, അവൾക്ക് തന്നെ അത് സ്വന്തമായിട്ടൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അംഗം. അങ്ങനെ ഞാൻ മുറിച്ചു കൊടുത്തിട്ട് ഉപ്പൊക്കെ അവളുടെ കയ്യിൽ കൊടുത്തു. മോൾക്കാണെങ്കിൽ ഉപ്പിട്ടിട്ട് മതിയായിട്ടുണ്ടായിരുന്നില്ല. മുളക് പൊടിയും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് വാശിയായിരുന്നേ. ഞാൻ എന്തായാലും മുളക് പൊടി ഇട്ട് കൊടുത്തില്ല. കാരണം മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾ തിന്നില്ല. അപ്പോൾ ഉപ്പ് എന്തായാലും നല്ലപോലെ അവൾ തേച്ച് തിരുമുന്നുണ്ട്. ദേ പോണു കല്ലുമ്മട്ടടിക്കാൻ. അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഇട്ട് ഇടിക്കുന്നുണ്ട് കേട്ടോ. കൂടാത്തതിന് എൻ്റെ വകി 2 കൊട്ട് കൊടുത്തു ഞാൻ. അങ്ങനെ എന്തായാലും അത് പൊളിഞ്ഞിട്ടുണ്ട്. എന്തായാലും മാങ്ങ പൊതിഞ്ഞ പൊതിയൊക്കെ തുറന്നിട്ട് പൊന്നൂസ് തിന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടാണെന്നൊക്കെ പറയണേ. എന്തായാലും ഞാനും കഴിച്ചു നോക്കി. മുളക് ഇടില്ല എന്ന് മാത്രം, ഉപ്പൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. മുളകില്ലാത്ത ഉപ്പിട്ടിട്ടുള്ള മാങ്ങാന്ന് മാത്രം. അങ്ങനെ ആ മാങ്ങയായിട്ട് ഞങ്ങൾ അകത്തേക്ക് വന്നിട്ട് അമ്മയ്ക്കും എല്ലാവരും കൂടിയിട്ട് മാങ്ങ അങ്ങോട്ട് വെടുപ്പാക്കി. നല്ലപോലെ ഇടിച്ച കാരണം നല്ലപോലെ തകിട് പൊടിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപ്പ് എല്ലായിടത്തേക്കും സ്പ്രെഡായിട്ടുണ്ടായിരുന്നു. മൂത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ അത് തിന്നിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ പണികളൊന്നും പ്രത്യേകിച്ച് ഇല്ലാത്ത കാരണം അവിടെ ഇങ്ങനെയൊക്കെ തന്നെ ടൈം പോവുള്ളൂ. പിന്നെ ഫോൺ നോക്കിയിരിക്കും, ടി വി കാണും, കുറച്ച് വർത്താനം പറയും. അങ്ങനെയൊക്കെ ഇരിക്കണ സമയം കൊണ്ട് നല്ലൊരു മഴ പെയ്തു. അടിപൊളി മഴ കേട്ടോ. ചെറുതായിട്ട് ചാറി നല്ലൊരു മഴയാണ് പെയ്യണേ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഈ മഴ എല്ലായിടത്തേക്കും കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. അടിപൊളി മഴ, സൂപ്പർ മഴ. ഇങ്ങനെ മഴ
അങ്ങനെ പൊന്നൂസിന് ഞാൻ വഞ്ചിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അവൾക്ക് വഞ്ചി വെള്ളത്തിലിടണം എന്നൊക്കെ പറഞ്ഞിട്ട് വഞ്ചിയൊക്കെ എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചു. അങ്ങനെ മഴ ഒരുവിധം തോർന്നു. മഴ തോർന്നിട്ടുള്ളൊരവസ്ഥയാണ്. നല്ല രസമാണ് കേട്ടോ ഈ ചാമ്പയ്ക്കയിലൊക്കെ ഇങ്ങനെ മഴത്തുള്ളികൾ ഇങ്ങനെ നിൽക്കണ കാണാൻ. എന്നിട്ട് ആ മരം പിടിച്ച് കുലുക്കുമ്പോൾ മഴത്തുള്ളികൾ ഇങ്ങനെ താഴെ വീഴും. അമ്മ ഇതാ പൊന്നൂസിന് തിന്നാൻ വേണ്ടിയിട്ട് മീൻ ഇവിടെ നന്നാക്കുന്നുണ്ട്. പൊന്നൂസിന് പിന്നെ നൊയമ്പൊന്നുമില്ല, ഞങ്ങൾക്ക് പിന്നെ നൊയമ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു വെജിറ്റേറിയൻ ഊണാണ്. പപ്പടം, പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്ക് ഉപ്പേരി വെച്ചത്, പിന്നെ കോഴിമുട്ട പൊരിച്ചത്, പിന്നെ ഒരു ഒഴിച്ചുകറി, പിന്നെ കടുമാങ്ങ അച്ചാർ, ഇതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു കുപ്പി വെള്ളം ഫുള്ളും കുടിച്ച് തീർത്തു. അതിന് ശേഷം പൊന്നൂസിൻ്റെ ഫുഡും അമ്മ കൊടുത്തു. അതിന് ശേഷം ഞങ്ങൾ രണ്ടാളും സുഖമായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ നല്ലൊരു ഉറക്കം ഉറങ്ങി എണീറ്റപ്പോഴോ പിന്നെയും മഴ. അങ്ങനെ ആ മഴ പിന്നെയും പെയ്തു തോർന്നു. അതിനുശേഷം ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയുന്ന പോലെ കട്ടൻ ചായ, ജോൺസൺ മാഷിൻ്റെ പാട്ട്, പിന്നെ ഇന്നിപ്പോൾ മിച്ചറാണ്. അപ്പോൾ മിച്ചർ, അപ്പോൾ അമ്മ കട്ടൻ ചായ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ മിച്ചറും കട്ടൻ ചായയും കൂട്ടിയിട്ട് കഴിക്കുകയാണ്. മോളിത് ഇവിടെ ബോൾ കളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ചേച്ചിയുടെ മോൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ ബോൾ കളിക്കാൻ വേണ്ടി നടക്കുകയാണ്. അവനെ കളിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് വേറെ ആരെയും വേണ്ട കേട്ടോ. അവൻ്റെ കൂടെ ഇരുന്ന് ബോൾ കളിച്ചോളും. അങ്ങനെ മിച്ചറും കട്ടൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട്, മിച്ചർ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ, അടിപൊളി മിച്ചറായിരുന്നു. അങ്ങനെ അവൻ്റെ ബോൾ കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൻ വീട്ടിൽ പോയി. അപ്പോൾ പൊന്നൂസാണെങ്കിൽ പറഞ്ഞു, അമ്മ മോന് വിശക്കുന്നുണ്ട്, ആപ്പിൾ മുറിച്ചായെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവൾക്ക് ആപ്പിൾ മുറിച്ച് കൊടുത്തു. അപ്പോൾ ഫ്രിഡ്ജ് തുറന്നപ്പോൾ അതിലൊരു ഓറഞ്ച് ഇരിക്കുന്നു, അത് ഞാനും മുറിച്ച് തിന്നു. അങ്ങനത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് ഫ്രഷായി. എന്നിട്ട് കുറച്ച് ചാമ്പയ്ക്കൊക്കെ ഇരുന്നിരുന്നു, അതൊക്കെ മുറിച്ച് തിന്നാൻ വേണ്ടി സെറ്റാക്കി വെച്ചു. എന്നിട്ട് പോയിട്ട് ചോറ് തിന്നു. ചോറുണ്ണൽ കഴിഞ്ഞിട്ട്, ചോറുണ്ണൽ ഞാൻ പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. ചോറുണ്ണൽ കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചാമ്പയ്ക്ക് തിന്നാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ചാമ്പയ്ക്കൊക്കെ തിന്നു, വയറ് ഫുള്ളായി. അങ്ങനെ ഞങ്ങൾ പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതൊക്കെയാണ് ഇവിടെ പതിവ്, വേറെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രീ തിന്നുക, കിടന്നുറങ്ങുക, ഇതൊക്കെ തന്നെ പരിപാടി. അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ.